So, പ്ലസ് വൺ കെമിസ്ട്രിയിലെ ഫസ്റ്റത്തെ ചാപ്റ്ററാണ് സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി. വളരെ ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. അധികം ബുദ്ധിമുട്ടില്ലാണ്ട് പഠിച്ചെടുക്കാൻ പറ്റുന്നതാണ്. അതിനെ വീണ്ടും സിംപ്ലിഫൈ ചെയ്യാനാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഫസ്റ്റത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ മാറ്റർ എന്താന്നുള്ളതാണ്. മാറ്റർ ഈസ് എനിത്തിങ് വിച്ച് ഹാസ് മാസ് ആൻഡ് ഓക്യുപൈ സ്പേസ്. എന്തിനൊക്കെ മാസ് ഉണ്ടോ ആൻഡ് ഒരു സർട്ടൻ സ്പേസിനെ ഓക്യുപ്പൈ ചെയ്യുന്നുണ്ടോ അതെല്ലാം മാറ്റർ ആണ്. ലൈക്ക് ഈ ഒരു മാർക്കറിനെ ഒരു എക്സാമ്പിളായി എടുക്കുക. ഇതിനൊരു മാസ് ഉണ്ട്, അഫ്കോഴ്സ്. ഇതൊരു സ്പേസ് ഓക്യുപ്പൈ ഉണ്ട്. ഇതിപ്പോൾ ഇവിടുത്തെ സ്പേസ് എന്ന് പറഞ്ഞാൽ എൻ്റെ കൈയായിട്ട് തന്നെ കണക്കാക്കുക. ഒരു സ്പേസ് ഓക്യുപ്പൈ ഉണ്ട്, ഇതിനൊരു മാസ് ഉണ്ട്. ഇങ്ങനെയുള്ള എന്തും മാറ്റർ ആണെന്നാണ് പറയുന്നത്. നിങ്ങളുടെ ഡെയിലി ലൈഫിൽ കാണുന്ന ഓൾമോസ്റ്റ് എല്ലാ സംഭവങ്ങളും മാറ്റർ തന്നെയാണ്. ലൈക്ക് നിങ്ങൾക്ക് ഈ ഡസ്റ്റർ എടുക്കാം, ബോർഡ് എടുക്കാം, ഈ മാർക്കർ എടുക്കാം, ഈ ബോർഡ് എടുക്കാം, പിന്നെ ഈ ഷൂട്ട് ചെയ്യുന്ന ഫോൺ വരെ മാറ്റർ ആണ്. മാറ്റർ എന്ന് പറഞ്ഞാൽ മാസുള്ള സ്പേസ് ഓക്യുപ്പൈ ചെയ്യുന്ന എല്ലാത്തിനെയും നമ്മൾ മാറ്റർ എന്ന് പറയും. എല്ലാവർക്കും അറിയാം, മാറ്റർ 3 സ്റ്റേറ്റിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്: സോളിഡ്സ്, ലിക്വിഡ്സ് ആൻഡ് ഗ്യാസസ്. ഇതൊക്കെ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. സോളിഡ്സ് എന്ന് പറഞ്ഞാൽ അവയുടെ പാർട്ടിക്കിൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് വളരെ കുറവായിരിക്കും, ടൈറ്റ്ലി പാക്ക്ഡ് ആയിരിക്കും. ലിക്വിഡ് എന്ന് പറയുന്നത് സോളിഡിനെ കമ്പയർ ചെയ്ത് ഇത്തിരി കൂടി ഫ്രീ ആയിരിക്കും. അതുകൊണ്ടാണ് ലിക്വിഡ്സിനെ ഒഴുകാനുള്ള ഒരു കഴിവുള്ളത്. ഗ്യാസ് എന്ന് പറഞ്ഞാൽ പാർട്ടിക്കിൾസ് തമ്മിൽ ഭയങ്കര ഡിസ്റ്റൻസ് ആണ് ഉള്ളത്. അത് ഈ ഗ്യാസ് എന്ന് പറയുന്നത് ഫ്രീ ആയിട്ട് അതിന് സഞ്ചരിക്കാൻ പറ്റും. ഇതിൽ ഏറ്റവും കൂടുതൽ മൂവ്മെന്റ് ഉള്ളത് ഗ്യാസുകൾക്കാണ്, ഏറ്റവും മൂവ്മെന്റ് കുറവുള്ളത് സോളിഡിനാണ്. സോളിഡ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഡസ്റ്റർ എടുക്കാം. ഇതിലെ പാർട്ടിക്കിൾസ് എല്ലാം ഭയങ്കര ടൈറ്റ്ലി പാക്ക്ഡ് ആണ്, അതുകൊണ്ട് ഇതൊരു സോളിഡാണ്. ലിക്വിഡായി എടുക്കുകയാണെങ്കിൽ വെള്ളത്തിന് ഒഴുകാനുള്ള കഴിവുണ്ട്. പാർട്ടിക്കിൾസ് തമ്മിൽ ഡിസ്റ്റൻസ് ഇത്തിരി കൂടുതലാണ്, ബട്ട് ഒരുപാട് കൂടുതലുമില്ല. ഗ്യാസുകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ എയർ തന്നെ എടുക്കുക. എയർ എല്ലാവരും വ്യാപിച്ച് കിടക്കുകയാണ്. അതിനോടുള്ള പാർട്ടിക്കിൾസിന്റെ ഡിസ്റ്റൻസ് ഭയങ്കര കൂടുതലാണ്. ഈ 3 സ്റ്റേറ്റിലാണ് മാറ്റർ ഇരിക്കുക. പിന്നെ പ്ലാസ്മ എന്നൊരു സ്റ്റേറ്റ് ഒക്കെ ഉണ്ട്, അതൊന്നും നമുക്കിപ്പോൾ പഠിക്കാനില്ല. ഈ 3 സ്റ്റേറ്റുകൾ ഓർത്ത് വെക്കുക. സോളിഡ്സിന് എപ്പോഴും പാർട്ടിക്കിൾസ് ടൈറ്റ്ലി പാക്ക്ഡ് ആയിരിക്കും. ലിക്വിഡ്സിന്റെ വന്നിട്ട് ഇത്തിരി ഡിസ്റ്റൻസ് ഉണ്ടാവും, ബട്ട് ഗ്യാസിന്റെ അത്ര ഉണ്ടാവില്ല. ഗ്യാസിനാണ് ഏറ്റവും കൂടുതൽ പാർട്ടിക്കിൾസ് തമ്മിൽ ഡിസ്റ്റൻസ് കൂടുതൽ. അത് മനസ്സിലാക്കുക. മാറ്ററിനെ നമുക്ക് 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ആ 2 ക്ലാസിഫിക്കേഷനാണ് പ്യുവർ സബ്സ്റ്റൻസും മിക്സ്ചറും. പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരേ ടൈപ്പ് ഓഫ് പാർട്ടിക്കിൾ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന വസ്തുക്കളാണ്. അതായത് അതിലുള്ള എല്ലാ പാർട്ടിക്കിളുകൾക്കും ഒരേ നേച്ചർ ആയിരിക്കും, എല്ലാം ഒരേ പാർട്ടിക്കിൾ കൊണ്ട് ഉണ്ടാക്കിയതായിരിക്കും പ്യുവർ സബ്സ്റ്റൻസ്. മിക്സ്ചർ എന്ന് പറഞ്ഞാൽ ഒരുപാട് പാർട്ടിക്കിൾസിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള പാർട്ടിക്കിൾസിന്റെ ഒരു മിക്സ്ചർ പേരിൽ തന്നെയുണ്ട്, അതാണ് മിക്സ്ചർ. ഇനി നമുക്ക് ഈ 2 സംഭവങ്ങളെ വീണ്ടും ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. നമ്മൾ പ്യുവർ സബ്സ്റ്റൻസിനെ മെയിൻ ആയിട്ട് 2ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്യുക: എലിമെന്റ്സും കോമ്പൗണ്ട്സും. നമ്മൾ മിക്സ്ചറിനെയും 2ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്യുക: വിച്ച് ഈസ് ഹോമോജനസ് and heterogeneous. എലിമെന്റ്സ് എന്താന്ന് പറഞ്ഞാൽ ഒരേ ടൈപ്പ് ഓഫ് ആറ്റങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള പ്യുവർ സബ്സ്റ്റൻസുകളാണ് നമ്മൾ എലിമെന്റ്സ് എന്ന് പറയാം. നിങ്ങൾക്ക് പീരിയോഡിക് ടേബിളിൽ എടുക്കാം, ഓക്സിജൻ, ഹൈഡ്രജൻ, സോഡിയം, അങ്ങനെയുള്ള ഒരേ ടൈപ്പ് ഓഫ് എലിമെന്റ്സ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള പ്യുവർ സബ്സ്റ്റൻസുകളാണ് എലിമെന്റ്സ് എന്ന് പറയുക. കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ, അതായത് 2 3 അതിൽ അപ്പുറമോ ഉള്ള ആറ്റംസ് ഒരു ഫിക്സഡ് റേഷ്യോയിൽ കമ്പൈൻ ചെയ്തുണ്ടാവുന്ന പ്യുവർ സബ്സ്റ്റൻസുകളെയാണ് നമ്മൾ കോമ്പൗണ്ട്സ് എന്ന് പറയുക. അതായത് ഇപ്പോൾ കാർബണും ഓക്സിജനും 2ഉം എലമെന്റ്സ് ആണ്. ഈ 2ഉം കൂടി ചേർന്നിട്ടാണ് നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടുക, വിച്ച് ഇസ് എ കോമ്പൗണ്ട്. അങ്ങനെ 2 അതിൽ കൂടുതലോ ആറ്റംസ് കമ്പൈൻ ചെയ്ത് ഉണ്ടാവുന്ന പ്യുവർ സബ്സ്റ്റൻസുകളെയാണ് നമ്മൾ കോമ്പൗണ്ട്സ് എന്ന് പറയുക. നോട്ട് ദ പോയിന്റ്, കോമ്പൗണ്ട്സ് എപ്പോഴും ഒരു സിമ്പിൾ ഹോൾ റേഷ്യോയിൽ തന്നെയാണ് കമ്പൈൻ ചെയ്യുക. മിക്സ്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് 2 വിധത്തിലുണ്ട്:
ഹോമോജീനസും ഹെറ്ററോജീനസും. ഇതിനെ ഒരു എക്സാമ്പിളിൽ പറഞ്ഞുതരാം. ഹോമോജീനസ് എന്ന് പറഞ്ഞാൽ അതിലുള്ള പാർട്ടിക്കിൾസ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കും, അതായത് എല്ലാ ഭാഗത്തും ഒരേപോലെ ആയിരിക്കും. ഹെറ്ററോജീനസ് പറഞ്ഞാൽ അങ്ങനെ ആയിരിക്കില്ല, എല്ലാ ഭാഗത്തും ഒരേപോലെ ആയിരിക്കില്ല. നിങ്ങൾക്കൊരു ചെറിയ എക്സാമ്പിൾ കാണിച്ചു തരാം. ഓക്കെ, 2 എക്സാമ്പിൾ കാണിച്ചു തരാം. ഇവിടെ ഞാൻ കുറച്ച് വെള്ളം എടുത്തു, അതിൽ കുറച്ച് ഉപ്പ് ചേർക്കണം. ഇതൊരു സോൾട്ട് വാട്ടറാണ്. ഇവിടുത്തെ വെള്ളത്തിൽ ഞാൻ കുറച്ച് മഡ് ചേർക്കണം, അതായത് ചളി ചേർക്കണം, മണ്ണ്. അപ്പൊ ഇത് മഡി വാട്ടറാണ്. നിങ്ങൾ ആലോചിക്കുക, സോൾട്ട് വാട്ടർ എന്ന് പറയുമ്പോൾ ഉപ്പിട്ട് നിങ്ങൾ ഒന്ന് ഇളക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ഉപ്പിട്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും ഇവിടെ ഒരു ഭാഗത്ത് കുറെ ഉപ്പ്, ഇവിടെ കുറവ്, ഇവിടെ ഇല്ല, ഇവിടെ ഭയങ്കര കൂടുതൽ, അങ്ങനെ ആയിരിക്കില്ല. അത് ചിന്തിക്കാവുന്നതുള്ളൂ. എല്ലാവരെയും ഒരേപോലെ ആയിരിക്കും ഉപ്പിന്റെ സ്പ്രെഡ് ചെയ്തുണ്ടാകുക, അതായത് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. അതായത് ഹോമോജീനസ് മിക്സ്ചറിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഈ സോൾട്ട് വാട്ടർ. ഇതേ നിങ്ങളൊരു വെള്ളത്തിൽ കുറച്ച് മണ്ണെടുത്ത് വാരിയിട്ടു എന്ന് പറഞ്ഞാൽ മണ്ണ് എപ്പോഴും ആകെ ഇത്തിരിയൊക്കെ തന്നെ ഇവിടെ പടർന്നുണ്ടാവുള്ളൂ. ബാക്കിയുള്ള മിക്കതും ഇവിടെ ഇങ്ങനെ അടിഞ്ഞുകൂടി നിൽക്കുകയായിരിക്കും, അല്ലേ? അതായത് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് അല്ല. ഇത് നമുക്ക് ഹെറ്ററോജനസിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. ഇപ്പൊ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണെങ്കിൽ അത് ഹോമോജനസും, ഇല്ലെങ്കിൽ അത് ഹെറ്ററോജനസും ആണ്. മാറ്ററിന്റെ പ്രോപ്പർട്ടീസ് എന്ന് നമുക്ക് 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം, ഫിസിക്കൽ ആൻഡ് കെമിക്കൽ. ഇതൊരു ചെറിയ ഭാഗമാണ്. ഫിസിക്കൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒബ്സർവബിൾ ആയിട്ടുള്ള കുറച്ച് പ്രോപ്പർട്ടീസ് ആണ്, അതായത് അതിന്റെ കളറ്, മണം, അതിന്റെ ബോയിലിംഗ് പോയിന്റ്, അങ്ങനെയുള്ള സംഭവങ്ങൾ. കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ അതിന്റെ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് നടക്കുന്നതാണ്. അത് ഒബ്സർവബിൾ ആവണമെന്നില്ല. അതായത് അതിന്റെ അസിഡിറ്റി, ബേസിസിറ്റി, കമ്പസ്റ്റിബിലിറ്റി, ഇതൊക്കെയാണ് നമുക്ക് NCERT എക്സാമ്പിൾ ആയി തന്നിരിക്കുന്നത്. ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റണമെന്നില്ല, പക്ഷെ അവിടെ ഉണ്ട്. അങ്ങനെയാണ് പ്രോപ്പർട്ടീസിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്, ഫിസിക്കലും കെമിക്കലും. ഫിസിക്കൽ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും, കെമിക്കൽ നമുക്ക് പറ്റില്ല. കെമിക്കൽ നമുക്ക് പറ്റും, എന്നാലും അവിടെ ഉണ്ട്, എന്നാൽ നമുക്ക് കാണണമെന്നില്ല. അങ്ങനെയാണ് പ്രോപ്പർട്ടീസ് ഓഫ് മാറ്ററിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. മാറ്ററൊക്കെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ അളക്കാനും വഴികൾ വേണ്ടേ. അതിനാണ് SI യൂണിറ്റുകൾ പറഞ്ഞിട്ടൊരു സംഭവം ഉള്ളത്. ഇത് ഫ്രാൻസിൽ അപ്രൂവ് ആയിട്ടുള്ള കുറെ ഫണ്ടമെന്റൽ യൂണിറ്റ്സ് ആണ്. നമുക്ക് 7 എണ്ണമാണ് ഫണ്ടമെന്റൽ യൂണിറ്റ്സ് ആയിട്ട് വരുന്നത്. 7 എണ്ണം ഞാൻ ഇത് കാണിക്കാം. ഫസ്റ്റ് ലെങ്ത്, മാസ്, ടൈം, ടെമ്പറേച്ചർ, കറണ്ട്, amount of substance, ലാസ്റ്റ് ആയിട്ട് ലൂമിനസ് ഇന്റൻസിറ്റി. ഏഴെണ്ണമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇതിന്റെയൊക്കെ യൂണിറ്റ് ഞാനിപ്പോ എഴുതി കാണിച്ചു തരാം. ഇതെന്തായാലും അറിഞ്ഞിരിക്കേണ്ടതാണ്. ലെങ്ത്തിന്റെ വന്നിട്ട് മീറ്റർ ആണ്, M വെച്ച് തന്നെ ഡിനോട്ട് ചെയ്യുക. മാസ് വന്നിട്ട് കിലോഗ്രാം ആണ്, kg വെച്ചിട്ടാണ് റിപ്രസെന്റ് ചെയ്യുക. ടൈമിന്റെ വന്നിട്ട് സെക്കൻഡ്സ് ആണ്, മിനിറ്റ് അല്ല, സെക്കൻഡ് ആണ്. സ്മോൾ s വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുക. ടെമ്പറേച്ചർ നമ്മൾ സാധാരണഗതിക്ക് സെൽഷ്യസ്, ഫാരൻഹൈറ്റ് എങ്ങനെയൊക്കെയാണ് നമ്മൾ അളക്കുക. പക്ഷെ ഇതിന്റെ SI യൂണിറ്റിന്റെ കാര്യത്തിൽ വരുമ്പോൾ നമ്മൾ കെൽവിൻ ആണ് ഇതിന്റെ SI യൂണിറ്റ്. നോട്ട് ചെയ്ത് വയ്ക്കുക,
നമ്മൾ സെൽഷ്യസിൽ മെഷർ ചെയ്യും, ഫാരനൈറ്റിലും മെഷർ ചെയ്യും. ബട്ട് SI യൂണിറ്റ് ചോദിച്ചു എന്ന് പറഞ്ഞാൽ അത് കെൽവിൻ തന്നെയാണ്. ക്യാപിറ്റൽ K ആണ്, സ്മോൾ K അല്ല, ക്യാപിറ്റൽ K ആണ്. കറണ്ടിന്റെ വന്നിട്ട് ആംപിയർ ആണ്, ക്യാപിറ്റൽ A ആണ്. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, ഇത് നമ്മൾ കെമിസ്ട്രിയിൽ കുറെ കണ്ടിട്ടുള്ള ഒരു വാക്കാണ്, മോൾ എന്ന് പറയുന്നത്. MOL എന്ന് തന്നെയാണ് റെപ്രസെന്റ് ചെയ്യുക. ലൂമിനസ് ഇന്റൻസിറ്റി നമുക്ക് ഈ +1 പഠിക്കാനെങ്കിലും അറിഞ്ഞു വെച്ചിരിക്കേണ്ടതാണ്. ക്യാൻഡിലയാണ് ഇതിന്റെ SI യൂണിറ്റ്, CD. പിന്നെ ഒരു ഫൺ ഫാക്ട് എന്താന്ന് പറഞ്ഞാൽ ഇവിടെ ബാക്കിയുള്ളവർക്ക് സ്മോൾ ലെറ്റർ വരുമ്പോൾ ഇവിടെ ക്യാപിറ്റൽ ലെറ്റർ വരാൻ കാരണം ഇതൊക്കെ ഓരോ ആൾക്കാരുടെ പേരിൽ നിന്ന് എടുത്തിട്ടുള്ള യൂണിറ്റ്സ് ആണ്. നിങ്ങളിപ്പോ ഫോഴ്സിന്റെ യൂണിറ്റ് എടുത്ത് നോക്കുക, അത് ന്യൂട്ടൺ ആണ്, ക്യാപിറ്റൽ N വെച്ച് ഡിനോട്ട് ചെയ്യുള്ളൂ, കാരണം അത് സയന്റിസ്റ്റിന്റെ പേരാണ്, ഐസക് ന്യൂട്ടന്റെ പേരാണ്. അതേപോലെ ഇത് രണ്ട് വ്യക്തികളുടെ പേരായതുകൊണ്ടാണ് നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ ആയിട്ട് എടുക്കുന്നത്. സോ 7 യൂണിറ്റ്സ് ഇതൊക്കെയാണ്. ഇത് എന്തായാലും അറിഞ്ഞു വെച്ചിരിക്കേണ്ടതാണ്. ഇത് അറിയാണ്ട് ഒന്നുമില്ല, നല്ലോണം മനസ്സിലാക്കി വെച്ചിരിക്കുക. പറഞ്ഞിരിക്കേണ്ട ഒരു കുഞ്ഞു ടോപ്പിക്കാണ് മാസും വെയിറ്റും തമ്മിലുള്ള ഡിഫറൻസ്. മാസും വെയിറ്റും ഒരേ സാധനമല്ല. മാസ് എന്ന് പറഞ്ഞാൽ എമൗണ്ട് ഓഫ് മാറ്റർ കണ്ടെയ്ൻഡ് ഇൻ എ സബ്സ്റ്റൻസ്, ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന മാറ്ററിന്റെ അളവിനെയാണ് നമ്മൾ മാസ് എന്ന് പറയുക. അതേ മറിച്ച് വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ഗ്രാവിറ്റി ഓൺ ആൻ ഒബ്ജക്റ്റ്. ഒരു വസ്തുവിന് ഇതിപ്പോ ഒരു പേന എടുത്തു എന്ന് വെച്ചാൽ അതിൽ ഗ്രാവിറ്റി ചെയ്യണ ഫോഴ്സ്, ഗ്രാവിറ്റി ഇതിൽ താഴേക്ക് വലിക്കുന്നുണ്ടല്ലോ, അത് എടുക്കുന്ന ഫോഴ്സിനെയാണ് നമ്മൾ വെയിറ്റ് എന്ന് പറയുന്നത്. മാസും വെയിറ്റും രണ്ട് കാര്യങ്ങളാണ്, ഒരേതായിട്ട് മിസ്റ്റേക്ക് ആക്കാണ്ടിരിക്കുക. അത്രയിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സിലോട്ട് നമ്മൾ കടന്നിട്ടുണ്ട്. ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ. അതിലെ ഫസ്റ്റത്തെ ലോ എന്ന് പറയുന്നത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ആണ്. ഇതിൽ നമുക്ക് 5 ലോസ് ആണ് പഠിക്കാനുള്ളത്. ഈ 5 ലോസ് പ്രകാരമാണ് ഓരോ കെമിക്കൽ റിയാക്ഷൻസ് നടക്കുക. അതുകൊണ്ട് ഇത് അറിഞ്ഞു വെക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റത്തെ ലോ ഭയങ്കര സിമ്പിൾ ആണ്, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. ആന്റോണിൻ ലവോയിസിയർ ആണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഈ ലോ പറയുന്നത് മാറ്റർ ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയിഡ് എന്നാണ്. ഒരു റിയാക്ഷനിലോ അല്ലെങ്കിൽ ഒരു ജനറലി മാറ്ററിന് ഉണ്ടാക്കാനോ നശിപ്പിക്കാനോ സാധിക്കില്ല. ഇത് നമ്മളൊരു റിയാക്ഷനിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ റിയാക്ടൻ സൈഡിലുള്ള മാസും പ്രൊഡക്റ്റ് സൈഡിലുള്ള മാസും ഒരേ അളവായിരിക്കണം. ഞാൻ നിങ്ങൾക്കൊരു സിമ്പിൾ റിയാക്ഷൻ എടുക്കാൻ തരാം. കാർബൺ ഓക്സിജന്റെ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ആകുന്നു. ഇവിടെ കാർബണ് അറ്റോമിക് മാസ് നമുക്ക് അറിയാത്തവർ ഇപ്പൊ നോട്ട് ചെയ്ത് വയ്ക്കുക, 12 ആണ്. ഓക്സിജന്റെ നമുക്ക് 16 ആണ്. ഇവിടെ 2 ഓക്സിജൻ ഉണ്ട്, അപ്പോ 32. ഇവിടെ ഒരു കാർബണും 2 ഓക്സിജനും, അതായത് 12, 32, 44. ഇവിടെ നോക്കാം, ഇവിടെയും 12, ഇവിടെ 32, ഇതും 44. റിയാക്ടന്റെ അവിടെയും പ്രൊഡക്റ്റിന്റെ അവിടെയും ഒരേ മാസാണ്. ഒന്നും നഷ്ടപ്പെട്ടിട്ടുമില്ല, ഒന്നും കിട്ടിയിട്ടുമില്ല. ഈ ഒരു ലോ എപ്പോഴും കെമിക്കൽ റിയാക്ഷൻസ് ബാലൻസ് ചെയ്യുമ്പോൾ വളരെ യൂസ്ഫുൾ ആവും. കാരണം അപ്പുറത്തെ സൈഡിൽ നിന്നും ഇപ്പുറത്തെ സൈഡിലേക്ക് കുറയാനോ പാടില്ല, കൂടാനും പാടില്ല, ഒരേ അളവിലായിരിക്കണം. ഇതാണ് ഫസ്റ്റത്തെ ലോ. അടുത്ത ലോയിലോട്ട് കിടക്കാം. ഒരു ഇമ്പോർട്ടൻറ്റ് ലോ ആണ് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻസ്. ഈ ലോ സ്റ്റേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ എ ഗിവൺ കോമ്പൗണ്ട് ഓൾവേസ് കണ്ടെയ്ൻസ് എക്സാക്ട് പ്രൊപ്പോർഷൻസ് ഓഫ് എലമെന്റ്സ് ബൈ മാസ്. ഡെഫിനിഷൻ ഇത്തിരി കട്ടിയായിരിക്കും, ബട്ട് സിമ്പിളായി പറയുകയാണെങ്കിൽ ഒരു എലമെന്റ് എടുക്കുകയാണെങ്കിൽ അത് ഏതൊരു സാഹചര്യത്തിൽ എടുത്താലും അതിന്റെ എലമെന്റ്സ് തമ്മിലുള്ള പ്രൊപ്പോർഷൻ എപ്പോഴും ഒരേതായിരിക്കും. ഇത് കണ്ടുപിടിച്ചത് ജോസഫ് പ്രോസ്റ്റ് ആണ്, അറിഞ്ഞു വെച്ചിരിക്കുക. ഇതിനൊരു നല്ലൊരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഇത് മനസ്സിലാവും. ഞാൻ ഇത് എടുത്തിരിക്കണം, 3 ബീക്കർ എടുക്കാം. ഇതിൽ വെറും വെള്ളം, H2 ആണല്ലോ. ഇതിൽ കുറച്ച് ചാളി വെള്ളം, മടി വാട്ടർ.
ഇത് നോർമൽ വാട്ടർ, ഇത് മടി വാട്ടർ, ഇത് കഞ്ഞി വെള്ളം. വെക്കുക, ജസ്റ്റ് ഒരു എക്സാമ്പിൾ. ഇത് കഞ്ഞി വെള്ളം. നിങ്ങൾ ഈ 3 ഇത് എടുത്താലും എവിടെ നോക്കിയാലും എല്ലാത്തിനും വെള്ളത്തിന്റെ ഫോർമുല H2O തന്നെയല്ലേ. ആലോചിച്ച് നോക്ക്. ഞാൻ ഇപ്പൊ ഇവിടെ കഞ്ഞി വെള്ളം എടുത്തു പറഞ്ഞിട്ട് അത് H2O അല്ലാണ്ടാവുന്നില്ലല്ലോ, വെള്ളം തന്നെയല്ലേ H2O ആണ്. ചളിവെള്ളം എടുത്തു, അതിലും വെള്ളം തന്നെയല്ലേ, അപ്പൊ H2O ആണ്. സാധാ വെള്ളത്തിൽ H2O ആണ്. ഇവിടെ എലമെന്റ്സ് തമ്മിലുള്ള പ്രൊപ്പോർഷൻസ് മാറുന്നില്ല, സെയിം ആയിരിക്കും. ജസ്റ്റ് ഇത് തന്നെയാണ് ഈ ഒരു ലോ സ്റ്റേറ്റ് ചെയ്യണത്. അടുത്ത ലോയിലോട്ട് കിടക്കാം. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ലോ ആണ്, ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. ഡെഫിനിഷൻ ഇത്തിരി കട്ടി ആയിരിക്കും, ബട്ട് ഞാൻ സിമ്പിൾ ആക്കി തരാം. ഇഫ് 2 or more elements combine to form more than one compound, രണ്ടോ അതിൽ കൂടുതലോ എലമെന്റ് ചേർന്നിട്ട് രണ്ടോ അതിൽ കൂടുതലോ കോമ്പൗണ്ടുകൾ ഉണ്ടാക്കാൻ സാധിക്കുമെങ്കിൽ the masses of one element that combines with the fixed mass of another bears a simple whole ratio. ഒരു എലിമെന്റ്, ഈ 2 എലമെന്റ് എടുത്തു, അത് രണ്ടും ചേർന്നിട്ട് ഒന്നിൽ കൂടുതൽ കോമ്പൗണ്ട് ഉണ്ടാക്കി. അതില് ഒരു എലമെന്റിന്റെ മാസ് ഫിക്സഡ് ആണെങ്കിൽ, വേറെ ഫിക്സഡ് അല്ല, ഒന്നിന്റെ ഫിക്സഡ് ആണെങ്കിൽ, ഈ ഫിക്സഡ് അല്ലാത്ത 2 എലമെന്റുകൾ തമ്മിലൊരു സിമ്പിൾ ഹോൾ റേഷ്യോ ആയിരിക്കുന്നതാണ് ഈ ഒരു ലോ പറയുന്നത്. ഡെഫിനിഷൻ ഇത്തിരി കട്ടിയായിരിക്കും, ബട്ട് ഞാൻ ഒരു സിമ്പിൾ എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. നിങ്ങൾക്കറിയാം, ഹൈഡ്രജനും ഓക്സിജനും ചേർന്നിട്ട് വാട്ടർ ഉണ്ടാവാൻ സാധിക്കും. ഹൈഡ്രജനും ഓക്സിജനും ചേർന്ന് വേറൊരു സംഭവം കൂടി ഉണ്ടാവാൻ സാധിക്കും, വിച്ച് ഈസ് H2O2. ഇതെന്താ സാധനം എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ്. രണ്ട് എലമെന്റുകൾ ചേർന്നിട്ട് ഒന്നിന് കൂടുതൽ കോമ്പൗണ്ട് ഉണ്ടാക്കണം. അതിന് ഹൈഡ്രജനും ഓക്സിജനും തന്നെയല്ലേ ഇപ്പുറത്തുള്ളത്, ഒന്നിൽ കൂടുതൽ കോമ്പൗണ്ട് ഉണ്ടാക്കണം. ഇതിൽ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ ഹൈഡ്രജന്റെ മാസ് ഇവിടെയും 2ആണ്, ഇവിടെയും ഹൈഡ്രജന്റെ മാസ് 2ആണ്. അതായത് ഇവിടെ ഫിക്സഡ് മാസ് ഉള്ള ആള് എന്ന് പറയുന്നത് ഹൈഡ്രജനാണ്. 2 ഭാഗത്തും ഒരേപോലെയാണല്ലോ, ഫിക്സഡാ. ഇവിടെ ഓക്സിജന്റെ പറയുകയാണെങ്കിൽ 16ആണ്. ഇവിടെ എന്ന് പറയുന്നത് 32ആണ്. അതായത് ഒന്നിന് 16, അപ്പൊ 2 ചേർന്ന 32. ഈ ലോ പ്രകാരം ഈ ഫിക്സഡ് അല്ലാത്ത 2 പേരുടെ മാസ് ഉണ്ടല്ലോ, ഇതൊരു സിമ്പിൾ ഹോൾ റേഷ്യോ ആയിരിക്കുന്നതാണ്. നമുക്ക് എടുത്ത് നോക്കാം. ഇതിന് മാസ് 16, ഇത് 32. നിങ്ങൾക്ക് ഇതിനെ കട്ട് ചെയ്ത് കളയുകയാണെങ്കിൽ 1:2 എന്ന് കിട്ടും. ഒരു സിമ്പിൾ ഹോൾ നമ്പറാണ്. അങ്ങനെയാണ് ഇവിടെ H2 ഫിക്സഡ് ആണ്, ഓക്സിജന്റെ മാസ് ഫിക്സഡ് അല്ല. അപ്പൊ ഓക്സിജന്റെ മാസുകൾ തമ്മിലുള്ളത് ഒരു സിമ്പിൾ ഹോൾ റേഷ്യോ ആണ്. ഇത്ര ഈ ലോ സ്റ്റേറ്റ് ചെയ്യുന്നത്. ഈ ലോ സജസ്റ്റ് ചെയ്തിരിക്കുന്ന ആളുടെ കൂടി പേര് പറഞ്ഞു വെക്കാം. ഇത് നമ്മുടെ ജോൺ ഡാൾട്ടൺ ആണ് സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ ലോ ജോൺ ഡാൾട്ടൺ ആണ് സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അടുത്ത ലോയിലോട്ട് കിടക്കാം. അടുത്ത ലോ ആണ് ഗേ-ലൂസാക്സ് ലോ ഓഫ് ഗാസിയസ് വോളിയം. ഈ ലോ പറയുന്നതെന്ന് പറഞ്ഞാൽ when gases combine or are formed in a chemical reaction they do so in a simple hole ratio. സിമ്പിൾ ആണ്. ഗ്യാസുകൾ തമ്മിൽ റിയാക്ട് ചെയ്ത് കമ്പൈൻ ചെയ്ത് എന്തെങ്കിലുമൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ആ ഗ്യാസുകൾ തമ്മിലൊരു അതിന്റെ വോളിയൂംസ് തമ്മിൽ ഒരു സിമ്പിൾ ഹോൾ റേഷ്യോ എപ്പോഴും ഉണ്ടാവും എന്നാണ് ഈ ഒരു ലോ പറയുന്നത്. ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എടുക്കുകയാണെങ്കിൽ നമുക്ക് വാട്ടറിന്റെ ഫോർമേഷൻ എടുക്കാം. NCERT എക്സാമ്പിളുകൾ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? ഹൈഡ്രജൻ പ്ലസ് ഓക്സിജൻ ഗിവ്സ് വാട്ടർ. ഇവിടെ എല്ലാവരും ഗ്യാസ് ആയിരിക്കണം. H2O ഗ്യാസ് എന്ന് പറയുമ്പോൾ വാട്ടർ വേപ്പർ, നീരാവി. ഇവിടെ നമ്മൾ 100 ml എടുത്തു, ഇവിടെ ഒരു 50 ml എടുക്കുന്നു. ഇവിടെ 100 ml വാട്ടർ വേപ്പർ ഫോം ആണെന്ന് വെച്ചാൽ ഈ റിയാക്ട് ചെയ്യുന്ന 2 ആൾക്കാർ തമ്മിലൊരു സിമ്പിൾ ഹോൾ റേഷ്യോ ഉണ്ടാവണം. അതാണ് ഈ പറയുന്നത്. ഇവിടെ നമ്മൾ ഇതിന്റെ വോളിയത്തിന്റെ റേഷ്യോ എടുത്ത് നോക്കുകയാണെങ്കിൽ
100:50, അതായത് 2:1. ഒരു സിമ്പിൾ ഹോൾ റേഷ്യോ തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇത്രയേ ഉള്ളൂ ഈ ഒരു ലോ. നമുക്ക് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ലോയിലോട്ട് കിടക്കാം. നമ്മൾ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ലോയിലോട്ട് കിടക്കുകയാണ്, വിച്ച് ഈസ് അവഗാഡ്രോസ് ലോ. ഈ ലോ സജസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈക്വൽ വോളിയം ഓഫ് ഓൾ ഗ്യാസസ് അറ്റ് സെയിം ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ഷുഡ് കണ്ടെയ്ൻ ഈക്വൽ നമ്പർ ഓഫ് മോളിക്യൂൾസ്. അതായത് ഞാൻ പറയുകയാണെങ്കിൽ നമുക്കൊരു 3 എക്സാമ്പിൾ എടുക്കാം. ഞാൻ ഇവിടെ 3 സാമ്പിൾ പോലെ എടുക്കാം. ഇവിടെ ഞാൻ കുറച്ച് ഹൈഡ്രജൻ എടുത്തു എന്ന് വെക്കുക, ഇവിടെ കുറച്ച് ഓക്സിജൻ എടുത്തു, ഇവിടെ കുറച്ച് നൈട്രജൻ എടുത്തു എന്ന് വെക്കുക. 1 ലിറ്റർ 1 ലിറ്റർ 1 ലിറ്റർ. ഇവർക്ക് 3 ആൾക്ക് ഞാൻ സെയിം ടെമ്പറേച്ചറും പ്രഷറും കൊടുക്കുക. ഇവിടെ നമ്മൾ 273 കെൽവിനും 1 ATM പ്രഷറും കൊടുക്കും. ഇവിടെയും അതേ കൊടുക്കും, 273 കെൽവിനും 1 ATM പ്രഷർ. 273 കെൽവിൻ 1 ATM പ്രഷർ. ഈ ലോ പ്രകാരം ഈക്വൽ വോളിയമും ഈക്വൽ ടെമ്പറേച്ചറും ഈക്വൽ പ്രഷറും എന്ന ഈ 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഹൈഡ്രജനും ഓക്സിജനും നൈട്രജനിലും ഒരേ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ടാവണമെന്നാണ് ഈ ലോ സജസ്റ്റ് ചെയ്യുന്നത്. ഇവിടെ ഇപ്പൊ ഞാൻ 3 1 ലിറ്റർ എടുത്തു, 3 273 കെൽവിനാണ്, 3 180. ഈ വോളിയം, ടെമ്പറേച്ചർ, പ്രഷർ, വോളിയം എന്ന 3 കണ്ടീഷനും ഒരുപോലെ ഈക്വലായി സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു എക്സാമ്പിളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ ഒരു സിറ്റുവേഷനിൽ ഈ 3 പേർക്കും ഒരേ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ടാവണമെന്നാണ് അവഗാഡ്രോസ് ലോ പറയുന്നത്. ഇതാണ് നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ലോ. അടുത്ത വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. ഞാൻ ബേസിക് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ പറഞ്ഞു, 4 ലോസും പറഞ്ഞു. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് സംഭവങ്ങളാണ് ഇതൊക്കെ പഠിച്ചു വെച്ചിരിക്കുന്നത്. ഈ ചാപ്റ്ററിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ 2-3 ടോപ്പിക്ക് ഞാൻ വിട്ടിട്ടുണ്ട്, അതായത് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സും സയന്റിഫിക് നോട്ടേഷനും അതിന്റെ അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് ഞാൻ വിട്ടിട്ടുണ്ട്. കാരണം അത് ഞാൻ ഒരു സെപ്പറേറ്റ് വീഡിയോയിൽ ചെയ്യാനാണ് താല്പര്യപ്പെടുന്നത്. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ഫസ്റ്റ് ആയിട്ട് ഇൻട്രൊഡക്ഷൻ പോലെയാണ് ഈ വീഡിയോ തന്നിരിക്കുന്നത്. ആ ഒരു ടോപ്പിക്കിൽ ഞാൻ കവർ ചെയ്യാണ്ടിരിക്കില്ല, ബട്ട് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് കവർ ചെയ്യാറ്. എന്തായാലും താങ്ക്സ് ഫോർ വാച്ചിങ്. ഇത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനിയും വീഡിയോസ് പ്രതീക്ഷിക്കാവുന്നതാണ്. സോ താങ്ക് യു സോ മച്ച്.